അയ്യോ എന്തുകൊണ്ട് എങ്ങനെയുണ്ട്? ഒരു മിനിറ്റ്. അലീഷേട്ടാ നിങ്ങളെന്ന് വെച്ചാ ചാവ് എന്റെ ഉമ്മ. ഇപ്പൊ അവരെ അടുത്തത് കണ്ടെങ്കിൽ തകർന്നേനോ അവർക്ക്. സുഖല്ലേ? ഹാപ്പിയാണോ? അതറിഞ്ഞോ? പിന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ മാക്സിമം നമ്മൾ ചെയ്ത്. ആളുകൾ വിചാരിച്ചിരിക്കുന്ന എനിക്ക് ഉമ്മാക്ക് പൈസ എങ്ങാണ്ടാരോ കൊണ്ട് തന്നിട്ടാ ഞങ്ങളിത് ചെയ്യുന്നതാ. 100 ദിവസം വരെ നിങ്ങളെ ഞങ്ങൾ ഒരേപോലെ കൊണ്ടുപോയി. അത് മാത്രല്ല അനീഷേട്ടന് ഓർമ്മയുണ്ടോ ഞാൻ ഉമ്മയും കൂടെ ലാലേട്ടന്റെ അടുത്ത് അവിടെ വന്ന എപ്പിസോഡിൽ അവര് നമ്മടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആള് ആരാണെന്ന് പറയരുതെന്ന്. ഞാൻ ഞാൻ മുമ്പേ വിചാരിച്ചോണ്ടിരുന്നയാ അനീഷേട്ടന്റെ ഈ വിളി ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ മുമ്പേ എന്റെ തലയിൽ കണ്ടോണ്ടിരിക്കുവായിരുന്നു. സത്യത്തില് ഞാനിങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല. മൊത്തം ഹാങ് ആവും ഫോണെല്ലാം. കാര്യം നിങ്ങളെ ഇപ്പൊ പെട്ടെന്ന് റീച്ച് കയറുന്നുണ്ടേ. അതെ. പിന്നെ അത് കൂടാണ്ട് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലല്ലോ. എനിക്ക് ഇത്ര സപ്പോർട്ട് ഉള്ളത് ഇങ്ങനെ ഇത്രമാത്രം സപ്പോർട്ട് ഉള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ സ്ക്രീൻ റെക്കോർഡാണ് കേട്ടോ അനീഷേട്ടാ. എന്റെ സ്ക്രീൻ റെക്കോർഡാ. നിങ്ങൾ വിളിച്ച അബീഷിന്റെ കോള് വന്നപ്പോഴേ ഞാൻ അത് റെക്കോർഡ് ഇട്ടു. കാര്യം എനിക്കറിയാം നിങ്ങൾ വന്നിട്ട് വിളിക്കുവാണെന്നുള്ളത്. ഞാൻ ഉമ്മാടെ അടുത്ത് എന്നിട്ട് വിളിക്കും കേട്ടോ. ഉമ്മാടെ അടുത്ത് എന്നിട്ട് ഞാൻ പറയും ഞാൻ ഉമ്മാടെ വാട്സ്ആപ്പ് നമ്പർ അബീഷ് ബ്രോയ്ക്ക് അയച്ചു കൊടുക്കും. ഉമ്മ എന്തായാലും വിളിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കൊല്ലത്തുന്നവരെ കാണണം. അത്രത്തോളം ബാക്കിയുള്ളവരെന്ന് കേട്ടിട്ടുണ്ട്. കാര്യം എന്തിനു അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് ചോദിച്ചിട്ട് അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഉമ്മായി ഈ വീഡിയോയിലോട്ട് വന്നത് തന്നെ നിങ്ങളുടെ പേര് പറഞ്ഞാണ് വന്നത്. ഒരു വിന്നറിന് പോലും ഇത്ര ഇത് കിട്ടിയിട്ടില്ല. അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ഭയങ്കര വരവേൽപ്പല്ലേ. സ്വന്തം നാട് തന്നത്, എയർപോർട്ട് തന്നത്, മലയാളികൾ വന്നത്. കാര്യം ഞാനാണെങ്കിൽ നിങ്ങള് അന്ന് ഫിനാലയുടെ അന്ന് കേക്ക് മുറിച്ചിരുന്നു. ആ വീഡിയോ കണ്ടോന്ന് അറിയത്തില്ല. കേക്ക് മുറിച്ച് ഞങ്ങൾ അനീഷ് വിന്നർ എന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനീഷ് എന്നും പറഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിച്ച് അതിലെല്ലാരും വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഇങ്ങനെ അംഗീകരിക്കാത്ത, എന്താ ജയമെങ്കിലും അംഗീകരിക്കും ഒരാളുടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റം പറഞ്ഞു കുറെ പേര്. ആ ഉമ്മാക്കും മോനും മാത്രം തോന്നിയാ പോരല്ലോ എന്ന്. അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും തോന്നിയല്ലോ. ഒരുപാട് സന്തോഷം അലീഷ് ചേട്ടാ. എനിക്കറിയാം നിങ്ങൾ അതേ ഒരു മൈൻഡുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം സ്വപ്നം കണ്ടതായിരിക്കും ഈ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോം എന്നുള്ളത്. കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും ഞാൻ ഇങ്ങനെ ഒന്ന് ഫെയിമായി അവിടെ പോയി സെറ്റപ്പായി എയർപോർട്ടിൽ വരുമ്പോ കുറെ ജനങ്ങൾ അല്ലേ വിചാരിച്ചിട്ടില്ലേ? ഞാൻ വിചാരിക്കാറുണ്ട്. ഉറപ്പായിട്ട് അനീഷേട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്തായാലും സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ അവിടെ മദറിന്റെ അവിടെ എപ്പോഴെത്താ? ഞാൻ ഉമ്മാടെ അടുത്ത് എത്തിയതിനു ശേഷം നമ്പർ അബീഷ് ബ്രോയ്ക്ക് ഇടാം. വാട്സപ്പിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാം. ഉമ്മായ കാണിക്കണം. ഉമ്മക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പൊ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അനീഷ് വിളിക്കും എന്നെ ഇന്നലെയും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിളിക്കാം. ഓക്കെ ലവ് യു ബ്രോ. ശരി താങ്ക് യു.